16 വയസ്സിൽ പട്ടാളത്തിൽ ചേരാൻ പറ്റുമോ? പട്ടാളത്തിൽ ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിന് പിന്നെ ഒരു കഥയുണ്ട്. എൻ്റെ ഫാദർ കലയോടോ അല്ലെങ്കിൽ മറ്റ് പരിപാടികളൊന്നും അത്ര താല്പര്യനായ ആളല്ലായിരുന്നു. അമ്മ പാടുമായിരുന്നു. എന്ന് വെച്ചാൽ ഭക്തിഗാനങ്ങളൊക്കെയാണ്, അല്ലാതെ മറ്റു പാട്ടുകളൊന്നുമല്ല. അപ്പം പാട്ടുകളോടൊക്കെ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അന്ന് സിനിമയ്ക്കും കാണാൻ പോകുന്ന ചേട്ടന് വലിയ ഹരമായിരുന്നു. കള്ളം പറയുന്നത് എൻ്റെ ഫാദറിന് ഇഷ്ടമല്ലായിരുന്നു. ജ്യേഷ്ഠനും കൂട്ടുകാരും കൂടെ കൂടി വീട്ടിൽ പറയാതെ സിനിമ കാണാൻ പോയി. സിനിമ കാണാൻ പോയി തിരിച്ചു വന്നപ്പോൾ നീ എവിടെ പോയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ കള്ളം പറഞ്ഞു. സിനിമയ്ക്ക് പോയത് പറഞ്ഞില്ല. പക്ഷേ ഫാദർ അറിഞ്ഞു, അടിച്ചു, ഒറ്റ അടി കൊടുത്തു. ഇതിൽ വിഷമിച്ചിട്ട് പിറ്റേ ദിവസം കുറേ കൂട്ടുകാരെയും കൂടെ കൂട്ടി പട്ടാളത്തിൽ ചേരാനായിട്ട് അന്ന് എവിടെയോ ഒരു ക്യാമ്പ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, അതിന് പോയി. അവിടെ പോയി പട്ടാളത്തിൽ ചേർന്ന് ആരോടും പറയാൻ പൊക്കളഞ്ഞു. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ SSLC വിദ്യാഭ്യാസം പോലും പൂർത്തിയാകാതെ പട്ടാളത്തിൽ പോയ ആളാണ്. അല്ല, അപ്പം പട്ടാളത്തിൽ നിന്ന് ചേരാൻ ഈ SSLC സർട്ടിഫിക്കറ്റ്, നോട്ടോ അങ്ങനൊന്നുമില്ല, എന്തൊക്കെയോ സാധിച്ചു കിട്ടി. ചെറിയ ഒരു ജോലിയായിരുന്നായിരിക്കുമല്ലോ ആദ്യം, അങ്ങനെ കിട്ടിപ്പോയതാ. പക്ഷേ 7 കൊല്ലം അവിടെ ജോലി ചെയ്തു. ഇതിനിടയ്ക്ക് ഫാദർ ഇതിൻ്റെ അധികാരികൾക്കൊക്കെ കത്തൊക്കെ അയച്ചു തുടങ്ങി, അവനെ തിരിച്ചയക്കണമെന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ഞാൻ ജനിക്കുമ്പോൾ ഇതിൽ ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ 1926 10ാം ക്ലാസ്സിലാകുമ്പോൾ ഒരു 35-36ഒക്കെയാണ്. അപ്പം ഈ പട്ടാളത്തിൽ ചേർന്നു എന്ന് പറയുമ്പോൾ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കുന്ന പോലെ അത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി അല്ല. അതെ, അന്നും റോയൽ എന്തോ ഒരു പ്രത്യേക പേരുണ്ട്. അന്ന് ഈ ഭരണകാല ബ്രിട്ടീഷ് റോയൽ ആർമിയിലായിരുന്നു. അതായിരുന്നു ഈ 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് റോയൽ ആർമി എന്ന് പറയുന്ന അതിലാണ് ചേരുന്നത്. അതിൻ്റെ അനുഭവങ്ങളൊക്കെ പുള്ളി പിന്നെ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിക്ക് ബോഡി ഗാർഡായിട്ട് പോയ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ വികാരഭരിതമായ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലുള്ളത്, ഞാൻ ജനിക്കുമ്പോൾ ജ്യേഷ്ഠൻ പട്ടാളത്തിലാണ്. എനിക്ക് ഏതാണ്ട് 1 വയസ്സുള്ളപ്പോഴാണ് എന്നെ ആദ്യം വന്ന് കാണുന്നത്, ഇളയ അനിയനെ. 1 വയസ്സുള്ളപ്പോൾ ഈ സിംഗപ്പൂര്, ബർമ്മ എവിടെയൊക്കെയോ ജോലി കേട്ടിട്ടുണ്ട്. ഇത് അവിടെ എവിടെയോ ഡൽഹിയിൽ നിന്ന് വന്ന് ഇളയ അനിയനെ കാണാൻ വരുന്നത് എനിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ജ്യേഷ്ഠൻ വന്ന് കാണുന്നത്. ഞങ്ങൾ 8 പേരാണ് കേട്ടോ. അതിൽ 1ാമനാണ് ജോസ് പ്രകാശ്, ഞാൻ 8ാമനാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. 8ാമനാണ് പ്രേംപ്രകാശ്, 8ാമനാണ് ഞാൻ. അപ്പം പട്ടാളത്തിൽ പോകുന്നു, ബ്രിട്ടീഷിൽ ഇതിൽ ചേരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 50കളുടെ തുടക്കമായി സിനിമയിലെത്തുമ്പോൾ. അതെ, പാട്ടുകാരനായിട്ട് എനിക്ക് അന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിനിമ ഇത്രയും ടെക്നിക്കലി അഡ്വാൻസ്ഡ് അല്ലാത്തത് കൊണ്ട് ഹീറോ തന്നെ പാടുകയും ഹീറോ തന്നെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറയുന്നത് വന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെ പാടുകയും അഭിനയിക്കുകയും കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് ആദ്യം അഭിനയിച്ച് വന്നിട്ടുള്ളതെന്ന് കേട്ടിട്ടുള്ളതാണോ? പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ജ്യേഷ്ഠൻ ചെയ്തത്, നമ്മുടെ മണർകാട് കുഞ്ഞ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പാലായിൽ. അവർക്ക് നാടക കമ്പനി ഉണ്ടായിരുന്നു, ഐക്യ കേരള കലാസഭ എന്ന് പറഞ്ഞ്. അതിലെ ഒരു അഭിനേതാവായിട്ട് ജ്യേഷ്ഠൻ പോയി. അതിൽ പാടുകയും അഭിനയിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു നാടക ബാക്ക്ഗ്രൗണ്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമയിൽ അവസരം കിട്ടിയതും പ്രേമലേഖ, വിശപ്പിൻ്റെ വിളി, ശരിയോതിട്ട പടങ്ങളിലൊക്കെ അഭിനയിക്കുകയും പാടുകയും ചെയ്യുന്നത്.